ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ വരുന്നത് കുക്കിങ്ങും ക്ലീനിങ്ങും വിശേഷങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ ലൈക്കിൻ്റെ കാര്യം ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പറയാത്ത വീഡിയോയിൽ നിങ്ങൾ മറന്നു പോകുന്നുണ്ട് കേട്ടോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലൈക്കും കമൻറ്റും മറക്കാതെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കിച്ചൺ തന്നെയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. റഫീഖൊക്കെ പോയതിന് ശേഷം ഞാൻ ഇപ്പോൾ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. കുറച്ച് ക്ലീനിങ് പരിപാടികളും എല്ലാം ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഫസ്റ്റിൽ തന്നെ അരിയിടലാണ്. അപ്പോൾ പെട്ടെന്ന് വേവുന്ന അരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകി കുക്കറിലാണ് കേട്ടോ ഇടുന്നത്. ഞാൻ വേവുള്ള അരിയാണെങ്കിലും വേവില്ലാത്ത അരിയാണെങ്കിലൊക്കെ കുക്കറിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേവിക്കുകയാണ് ചെയ്യുക. ഫസ്റ്റിൽ നമുക്ക് കൊണ്ടുവരുന്ന അരി മാറിപ്പോയാൽ നമ്മൾ ഫസ്റ്റത്തെ ദിവസം വെക്കുന്ന ദിവസം ഒന്ന് നോക്കി നോക്കൂ കേട്ടോ. എത്ര വിസിൽ വേണം അല്ലെങ്കിൽ എത്ര നേരം എയറിൽ വെക്കണം എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് പിന്നീട് അങ്ങ് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് പെട്ടെന്ന് വേവുന്ന അരിയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് ഞാനിപ്പോൾ 1 കപ്പ് 1/4 കിലോ അരിയേ ഇടുന്നുള്ളൂ കേട്ടോ. ഇത് തന്നെ നമുക്ക് ബാക്കി ഉണ്ടാവും. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് കുറച്ചധികം വെള്ളവും കൂടെ വെച്ചിട്ട് ഒരു വിസിലൊന്ന് വരുത്തിച്ചെടുക്കും. എന്നിട്ട് കുറച്ച് സമയം ഒരു 5-10 മിനിറ്റ് എയറിൽ വെച്ചിട്ട് എയർ അങ്ങ് കളഞ്ഞിട്ട് വാർത്തെടുക്കാണ്ട് ചെയ്ത് പെട്ടെന്ന് വേവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് കുറേ നേരം വെച്ചാൽ പിന്നെ പായസമായിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഞാൻ വിസിലടുപ്പിച്ചെടുക്കുന്നത്. കുറേ പേര് ചോറ് വെക്കുന്നത് ചോദിക്കാനുണ്ട് ഡൗട്ടായിട്ട്. അപ്പോൾ ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞത് കൊണ്ടാണ് ഇത് ഡെയിലി കേൾക്കുന്നവർക്ക് എപ്പോഴും സ്ഥിരം വ്യൂസിന് ഇതൊരു ബുദ്ധിമുട്ടാവുമല്ലോ ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ. അതുകൊണ്ടാണ് എപ്പോഴും പറയാത്തത് കേട്ടോ. നിങ്ങൾ ഇടുന്ന കമൻറ്റ് കാണാത്തത് കൊണ്ടല്ല. ഇപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വേവ് കൂടിയ അരിയാണെങ്കിൽ അതിനനുസരിച്ച് ചിലപ്പം അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കലുണ്ട്. ഇനി അല്ലെങ്കിൽ വേവ് കൂടിയ അരി അത്യാവശ്യം കൂടുതൽ വെള്ളം വെക്കണം. നമ്മൾ അരിക്കനുസരിച്ച് കൂടുതൽ വെള്ളം വെക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം നല്ല വേവുള്ള അരിയാണെങ്കിൽ വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ആണെങ്കിൽ ഞാൻ ലോ ഫ്ലെയിമിൽ സിമ്മിൽ 5 മിനിറ്റ് കൂടെ വെക്കും. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കിയിടും. എന്നിട്ടൊരു എയറെല്ലാം പോയി ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം തുറന്ന് നോക്കിയാൽ കറക്റ്റ് വെന്ത് കിട്ടിയിടാം. പിന്നെ വാർത്തെടുക്കാനായിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കുക്കറിൽ റൈസ് വെക്കൽ. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ടെക്നിക്ക് മനസ്സിലായി കഴിഞ്ഞാലേ അത് നമുക്ക് തന്നെ നമ്മൾ വെച്ചിട്ട് തന്നെ ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അറിയാത്തവർക്ക് അത് കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ കുറഞ്ഞ രീതിയിലൊന്ന് വെച്ച് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് അത് കറക്റ്റൊന്നും മനസ്സിലാവാതെ വെച്ചിട്ട് ചോറ് വെന്ത് അല്ലെങ്കിൽ വേവാതെ അത് അങ്ങനെ ഇനിയിപ്പോൾ വെന്ത് കുറഞ്ഞതാണെങ്കിലും വേവിച്ചെടുക്കാൻ നമുക്ക് പറ്റണം കേട്ടോ. ആ രീതിയിൽ ചെയ്തെടുക്കുക. നമുക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ റെഡി ആയിട്ട് വരുള്ളൂ. അപ്പോൾ കുറേ ചോറിൻ്റെ കഥ പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് കറികൾക്കായിട്ടുള്ള ഞാൻ കുറച്ച് മാങ്ങയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മാങ്ങയാണല്ലോ അല്ലേ രാജാവ്. എല്ലാവരുടെ കയ്യിലും മാങ്ങ ഉണ്ടാവും. പഴുത്ത മാങ്ങയും പച്ചമാങ്ങയും ഒക്കെ. നമുക്ക് ഇവിടെ നമ്മളെ മാങ്ങ മൂപ്പൊന്നും ആയിട്ടില്ല കേട്ടോ. അങ്ങനെ അണ്ടിയുറച്ച് വന്നിട്ടേ ഇല്ല. അപ്പോൾ ഇത് നമുക്കൊരു ഫ്രണ്ട് കൊണ്ടുത്തന്നതാണ് കേട്ടോ. നമ്മൾ നാട്ടുമാങ്ങയാണ്. ശരിക്കും നമ്മളവിടെ അതിന് കാട്ടുമാങ്ങ എന്നിട്ട് പറയുക. കുഞ്ഞു മാങ്ങയില്ല, നല്ല മധുരമുള്ള. ഇത് അധികം മധുരമില്ല, പക്ഷേ ആ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ വരട്ടുന്നുണ്ടെന്ന്. അപ്പോൾ അതിനുള്ള മാങ്ങയ്ക്കൊന്ന് തൊലി കളഞ്ഞിട്ട് എടുക്കട്ടെ. അപ്പം ഞാൻ തൊലി കളയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പഴുത്ത മാങ്ങയാണെങ്കിലും കത്തിയും കൊണ്ട് ചെറുതായിട്ടൊന്നിങ്ങനെ വിടർത്തി കൊടുത്തിട്ടാണ് കേട്ടോ നഖം കൊണ്ട് ഇങ്ങനെ പറിച്ചെടുക്കുന്നത്. കാര്യം എനിക്ക് പെട്ടെന്ന് ഈ നഖത്തിൻ്റെ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അവിടെ ഇങ്ങനെ വിട്ട് വന്നിട്ട് ഭയങ്കര നീറ്റലായിരിക്കും. പിന്നെ ഇതെല്ലാം ഉണ്ടാക്കി കഴിയുന്ന സമയത്ത് നമ്മൾ ഈ ഒരു എടുക്കുന്ന സമയത്ത് അത് അറിയൂല. അപ്പോൾ അങ്ങനെ മാങ്ങയൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ മാങ്ങ വരട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വെച്ചപ്പോൾ തന്നെ റഫീഖ പോകുമ്പോൾ കണ്ടപ്പോൾ പറഞ്ഞു കത്തി കൊണ്ട് ചെയ്യണേ, അതിൻ്റെ തൊലി കത്തി കൊണ്ട് കളയണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില സമയത്ത് ഞാൻ മാങ്ങ വരട്ടുകയാണെങ്കിൽ റഫീഖ പൊളിച്ച് തരലുണ്ട്. അപ്പോൾ റഫീഖക്കും അതേ ഫീൽ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ അത് പിന്നെ കുറേ ദിവസം അങ്ങനെ ഉണ്ടാവും ഒരു നീറ്റലായിട്ട്.
അപ്പോൾ അങ്ങനെ ഞാനത് ഇപ്പോൾ കത്തി കൊണ്ടേ ചെയ്യുള്ളൂ കേട്ടോ. കത്തി കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ അടർത്തി എടുത്തിട്ട് പിന്നെ കൈ കൊണ്ട് അങ്ങ് വലിച്ച് എടുത്താൽ ഇല്ല നമ്മുടെ നഖത്തിന് അങ്ങനത്തെ പ്രശ്നം വരില്ല കേട്ടോ. അപ്പോൾ മാങ്ങയെല്ലാം റെഡി. ഇനി ഇത് കറി വെക്കാനുള്ള മാങ്ങയാണ് കേട്ടോ. ഇത് നമ്മളെ മാങ്ങയല്ല, നമ്മളെ മുന്നത്തെ വീട്ടിലത്തെ അവർ തന്നതാണ് കേട്ടോ. വലിയ മാങ്ങയാണ്, ഇത്രയൊന്നും നമുക്ക് വേണ്ട. പക്ഷെ ഞാൻ നോക്കിയപ്പോഴല്ലേ അധികം ഭയങ്കര പുളിയില്ല. പുളിയുണ്ട്, ആവശ്യത്തിനുള്ള പുളിയുണ്ട്, എന്നാൽ ഭയങ്കര ഒരു പുളിയില്ല കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള മാങ്ങയാണ്. പിന്നെ നമുക്ക് കറിക്ക് എന്ത് കറിയാണെങ്കിലും അധികം പുളി ഇഷ്ടമല്ല, ഒരു പാകം പുളി അവിടെ ഇങ്ങനെ ഉണ്ടാവണം, അത്രേ വേണ്ടുള്ളൂ അവിടെ. ചിലർക്ക് മീൻ കറിയിലൊക്കെ നല്ല പുളി ഉണ്ടാവും, പുളി വേണമല്ലോ എനിക്കങ്ങനെ പുളി ഉണ്ടായാൽ ഞാൻ ചോറ് കഴിച്ചു, അല്ലെങ്കിൽ ആ കറീനോട് എനിക്ക് ഇഷ്ടേ വരില്ല, എങ്ങനെയോ അങ്ങ് കഴിക്കും, അത്ര തന്നെ. പുളി തീരെ ഇഷ്ടമല്ല, അതാണ് കേട്ടോ. നമുക്കെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഇവിടെ വീട്ടിലുള്ള എല്ലാവർക്കും. പിന്നെ വാവ വീട്ടിലില്ല കേട്ടോ. വാവ മൂത്ത എഴുത്തിൻ്റെ അടുത്ത് നിൽക്കാൻ പോയതാണ്. 2 ആഴ്ച നിന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. ഇപ്പോൾ 4-5 ദിവസം ആയിട്ടുണ്ട് കേട്ടോ പോയിട്ട്. അപ്പം ഞാനിങ്ങനെ ലഞ്ചിനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഒരുക്കിയിട്ട് പിന്നെ കുക്കിംഗ് പെട്ടെന്നാവും കേട്ടോ. നമുക്ക് കുക്കിംഗ് ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ, അല്ലെങ്കിൽ കുക്കിംഗ് ഈസി അല്ലാത്തവർ, പെട്ടെന്ന് നടക്കില്ലല്ലോ. ചിലർക്ക് വേഗം കുക്കിംഗ് പെട്ടെന്ന് കഴിയൂല. ക്ലീനിങ്ങിനൊക്കെ അവർ ഭയങ്കര എക്സ്പേർട്ട് ആയിരിക്കും, പക്ഷെ കുക്കിംഗ് അവർക്ക് അത്ര സ്പീഡാവില്ല എന്ന് പറയലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾ എന്താണോ കറി വെക്കുന്നത്, എന്താണ് ഉപ്പേരി വെക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കി വെച്ച് കഴിഞ്ഞിട്ട് കുക്കിങ്ങിലേക്ക് കടന്നു കഴിഞ്ഞാലേ നമുക്ക് ഗ്യാസും ലാഭിക്കാൻ പറ്റും. അതുപോലെ ഒരേ സമയം നമുക്ക് കുക്ക് ചെയ്യല്ലേ, പെട്ടെന്ന് ആക്കിയെടുക്കാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കുക്കിംഗ് വെരി ഫാസ്റ്റാകും. അപ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ആയിട്ടും തോന്നും കുക്കിംഗ്. ഇതിങ്ങനെ ഒന്നെടുത്ത് പിന്നെ അതെടുത്ത് അവിടെ കൂടി ഇങ്ങോട്ട് നടന്ന് അപ്പുറത്ത് കൂടി അതെടുത്ത് ഇതെടുത്ത് അങ്ങനെ ചെയ്യുന്നതിനേക്കാളും എല്ലാം ഒന്ന് ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാനുള്ളതാണ്, ക്ലീൻ ചെയ്ത് കട്ട് ചെയ്യാനുള്ളവർ അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക. പിന്നെ അതിലേക്കുള്ള ഇപ്പോൾ ഒരു കറിയിലേക്ക് എന്താണോ വേണ്ടത്, ഉള്ളി വെളുത്തുള്ളി അതിലേക്കുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ച്, അത് കഴിഞ്ഞിട്ട് തോരൻ വെക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് എന്താണ് അതിനുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ച്, ഫ്രൈ ആണെങ്കിൽ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ സെറ്റാക്കി നമ്മൾ കൊണ്ടുവരുമല്ലോ. അതിൽ വലിയ കാര്യമൊന്നുമില്ല, ചെറിയൊരു കാര്യമാണ്, പക്ഷെ ചെയ്ത് വെച്ചാൽ നമുക്ക് കുക്കിംഗ് ഭയങ്കര ഇൻട്രസ്റ്റ് ആവും കേട്ടോ, ഈസി ആവും ചെയ്യും. എല്ലാം ഒന്ന് ഒരുക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് നമുക്ക് കുക്കിംഗ് വേഗം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അധികവും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യൽ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തലേ ദിവസം പ്രിപ്പയർ ചെയ്ത് വെക്കലുണ്ട്. ഇപ്പോൾ ഇത് ചീര പൊന്നാങ്കണ്ണി ചീര എന്ന് പറയും കേട്ടോ നമ്മളവിടെ. ഇത് ഞാൻ ഏട്ടത്തിൻ്റെ അവിടെ നിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവിടെ വയലിൽ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും പൂമുളകും കൂടെ കുറച്ച് പറിച്ചു കൊണ്ടുവന്ന അവിടെ കഴിഞ്ഞു, ഇതേ ഉള്ളൂ ലാസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റാട്ടോ അത്. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അരിഞ്ഞൊക്കെ വെക്കലുണ്ട്. ഇപ്പോൾ മാങ്ങയാണെങ്കിൽ മാങ്ങ ക്ലീനാക്കി വെക്കുക, അല്ലെങ്കിൽ ഉപ്പേരിക്കുള്ള അരിഞ്ഞ് വെക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ലഞ്ച് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമല്ലേ. പിന്നെ അങ്ങനെ വേവിച്ച് എടുത്താൽ മാത്രം മതിയാവും. പക്ഷേ ഇന്നലെ അതിനൊന്നുള്ള സമയം എനിക്ക് കിട്ടിയില്ല കേട്ടോ. നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് രാത്രി ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് കിട്ടണം എക്സ്ട്രാ. അപ്പോൾ അതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് കുറച്ചുകൂടെ പണി കൂടുതലായിട്ട് വന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ ചോറ് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് തന്നെ വാർക്കൊന്ന്. അപ്പോൾ അതാ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ അടുപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ആ ഒരു ടെക്നിക്ക് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഓരോ അരിയും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ ഇനി നമുക്ക് കുക്കിംഗ് നോക്കാം, പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ മാങ്ങയൊക്കെ ഞാൻ ഒരു കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന ചെറിയ തരം മാങ്ങയിൽ നമുക്ക് ഉണ്ടാക്കാം, ഇങ്ങനത്തെ മാങ്ങ കിട്ടാത്തവർ. പക്ഷേ ടേസ്റ്റ് ഏറ്റവും കൂടുതൽ ഇതിനാണ് കേട്ടോ. മറ്റേതിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കുക. ഞാനൊരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കും. എന്നിട്ട് അവസാനം ജസ്റ്റ് എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കാശ്മീരി ചില്ലി അല്ലെങ്കിൽ സാധാ ചില്ലി പൗഡറാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതാകുമ്പോൾ നല്ലൊരു കളറ് കിട്ടും, അത്രയേ ഉള്ളൂ. ഇനിയില്ലേ ഇതിങ്ങനെ കൈ വെച്ചിട്ട് ഇനിയിപ്പോൾ മുളക് പൊടി നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ മുളക് പൊടി ഇടുന്നതിന് മുമ്പ് മാങ്ങ ഇതുപോലെ ഒന്നിങ്ങനെ അതാകണ്ട ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട്, ജസ്റ്റ് ഒന്ന്. അതെന്തിനാന്ന് വെച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. കാര്യം ആ മാങ്ങ പിന്നെയും ആ വെള്ളത്തിൽ കിടന്നിട്ട് ഫില്ലാവും അതുപോലെ തന്നെ. പക്ഷേ ആ ഒരു ഫ്ലേവറും അതിൻ്റെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഗ്രേവിയിലേക്ക് അതിൻ്റെ ആ ജ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തു. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഉപ്പൊന്നും നമ്മളിപ്പോൾ ചെക്ക് ചെയ്യണ്ട കേട്ടോ, അത് ഒന്ന് റെഡി ആയിട്ട് പറ്റും. ഒരുപാട് ഉപ്പ് ആദ്യം നിങ്ങൾ ഇട്ട് കൊടുക്കുകയും ചെയ്യണ്ട. ഇത് ഞാൻ ഈ മാങ്ങ വരട്ടുന്നത് ഞാൻ മുന്നേ
പണ്ട് എല്ലാ മാങ്ങക്കാലത്തും ഞാനിത് ഉണ്ടാക്കാറുണ്ട്. റെസിപ്പി നമ്മളെ ചാനലിൽ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇപ്പോൾ മാങ്ങ സീസൺ ആയപ്പോൾ നമ്മൾ മാങ്ങ സീസൺ ആയാലും ഒരു 10 വട്ടം തന്നെ ഇത് ഉണ്ടാക്കുക കേട്ടോ. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളിതൊക്കെ കൂടെ കഴിക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ അടുത്ത വീട്ടിൽ കൊടുക്കും. പിന്നെ റഫീഖ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. ഒരു തവണ ഇതിൻ്റെ മുമ്പ് ഉണ്ടാക്കി, എന്നിട്ട് റഫീഖ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടാണ്. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് തിളച്ചിട്ട് അതൊന്ന് കുക്കായിട്ട് വരട്ടെ കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്കാക്കി എടുത്താൽ മതി. ആ ഒരു സമയത്ത് മീൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ ചിരവിയതിലേക്ക് ഒരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണ്ടേ. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. ഒരു മീൻ തേങ്ങ അരച്ച കറി. ഏത് മീൻ വേണമെങ്കിലും നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് എടുക്കാം. അപ്പം ഇന്ന് ഞാൻ മീൻ കറിയാട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു. ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു 2-3 ചെറിയ ഉള്ളിയില്ലേ, ചുവന്നുള്ളി, അതും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. അരക്കുന്ന സമയത്ത് ജീരകം അങ്ങനത്തെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു. കുറച്ചുകൂടെ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തു. ഒന്ന് നമുക്ക് എത്രയാണോ വേണ്ടത്, കാരണം മീനൊക്കെ ഇനി അതിൽ നിന്ന് വെന്ത് വരണം. അപ്പോൾ നമ്മൾ അരപ്പിൽ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടില്ല. ആ ഒരു സമയത്ത് നമ്മളെ മാങ്ങയൊക്കെ നന്നായിട്ട് തിളച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചെടുത്തിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അവിടെ കുക്കാവട്ടെ. മാങ്ങ ഇടയ്ക്ക് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, കാരണം മാങ്ങ അടി പിടിക്കരുത്. ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ കറിയിലേക്ക് ഞാൻ മാങ്ങ നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ പുളിക്ക്, അത് ഇട്ട് കൊടുത്തു. പിന്നെ തക്കാളി ആവശ്യമില്ല, പക്ഷേ അതൊരു ശീലമായതുകൊണ്ട് ഞാൻ ചെറിയൊരു തക്കാളി ഇട്ട് കൊടുക്കണ്ടേ, നിർബന്ധമില്ല കേട്ടോ. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു 1/4 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഞാൻ ചതച്ചത് ഇട്ട് കൊടുത്തു കേട്ടോ. അത് കാണിക്കാൻ വേണ്ടി വിട്ടുപോയി, അതാണ് ഞാൻ പറഞ്ഞത്. വീഡിയോ എടുത്തു, പക്ഷേ ക്യാമറ ഓഫായി പോയേ. പിന്നെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. നിങ്ങൾ മാങ്ങ ഇടുന്നില്ലെങ്കിൽ പുളിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുടംപുളി ഉണ്ടാവില്ലേ, അതോ എന്ത് പുളിയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഒരു 3-4 പച്ചമുളക്, ഞാൻ നെടു കയറിയിട്ടൊന്നുമില്ല. എരിവൊക്കെ നന്നായിട്ട് വേണ്ടവർക്ക് നെടു കയറിയിട്ട് ഇടാം, ഇങ്ങനെ പിളർന്നിടൂല, അങ്ങനെ ഇടാം. ഞാനിപ്പോൾ വെറുതെ ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. ഉപ്പൊന്നും ഇപ്പോൾ ചെക്ക് ചെയ്യണ്ട കേട്ടോ, നമുക്ക് പിന്നെ മീനെല്ലാം വെന്ത് വരുമ്പോൾ നമുക്ക് നോക്കാം. ഇനി മീൻ കഷ്ണങ്ങളും കൂടെ, ഇതെന്ത് മീനാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അത് പപ്പൻസ് എന്ന് പറയും, അതാണ് ഇവിടുത്തെ പേരതാണ്, എനിക്കറിയില്ല നിങ്ങളവിടെ എന്താ പറയാന്ന്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തു. ഇതാ മീനും കൂടെ കറിയും കൂടെ നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മീനെല്ലാം വെന്ത് റെഡിയായിട്ട് വരട്ടെ. പിന്നെ അതിലേക്ക് താളിച്ച് വയ്ക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മാങ്ങയും അവിടെ റെഡിയായി വരുന്നുണ്ട്. ഇത് കണ്ടോ, ഒരു 10 മിനിറ്റ് കുക്കായതിന് ശേഷം ഞാനൊരു കുറച്ച് ശർക്കര, ഒരു 3 അച്ച് ശർക്കര ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. നിങ്ങളെ മാങ്ങേൻ്റെ പുളിയും മധുരവും അനുസരിച്ച് ഇത് വ്യത്യാസം ഉണ്ടാവും. അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുത്തിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ശർക്കരയാണെങ്കിൽ, മട്ടൊന്നും ഇല്ലാത്ത ശർക്കരയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഡയറക്റ്റ് മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൽ നിന്ന് തന്നെ ഉരുകി വന്നോളും. ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കണ്ടോ തിളച്ച് ഒന്ന് റെഡിയായിട്ട് വരട്ടെ കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറുക്കി നമുക്ക് എത്രയാണോ ആ ഒരു ഗ്രേവി വേണ്ടത് ആ രീതിയിലാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതാട്ടോ ഇപ്പോൾ ഇട്ട് കൊടുത്ത്. നിങ്ങളുടെ അടുത്ത് ഉലുവപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് അടുപ്പിലേക്ക് വെക്കുന്ന സമയത്ത് കുറച്ച് ഉലുവ, ഒരു 1/4 ടീസ്പൂൺ ഉലുവ മുഴുവനേ ഉള്ളത് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ആ മാങ്ങയിൽ കിടന്നത് വെന്ത് റെഡിയായിട്ട് വന്നോളൂ. ആ ഒരു സ്മെല്ല് നല്ല ടേസ്റ്റ് കൊടുക്കും കേട്ടോ. ഈ ഒരു ഗ്രേവി ഇല്ലേ, എന്താ പറയുക, ഒരു രക്ഷയില്ല കേട്ടോ, അത്രയും ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ ലൂസായിട്ടും ടൈറ്റായിട്ടും ഒക്കെ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഉണ്ടാക്കിക്കോ, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്രേവി ഇച്ചിരി ഒന്ന് ടൈറ്റാക്കി എടുക്കും കേട്ടോ, ഒരുപാടല്ല. ഇനി ചീര ഉപ്പേരിയില്ലേ, അതും കൂടെ ഒന്ന് വെക്കാണ്ട് അതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും ഒക്കെ പച്ചമുളക് ഇട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് കുഴച്ചെടുത്തിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കും. മാങ്ങേൻ്റെ ആ ഒരു മധുരമുള്ള മാങ്ങയാണെങ്കിൽ നിങ്ങൾക്ക് ശർക്കര അത്ര വേണ്ടി വരില്ല കേട്ടോ, കുറച്ച് കുറക്കാം. എന്തെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരുന്നു, മധുരം സൈഡിലൂടെ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ ശർക്കര ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ ശർക്കര തന്നെ ചേർക്കണേ, പഞ്ചസാര ചേർത്ത് കൊടുക്കരുത് കേട്ടോ, അത് തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഇത് നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ കുട്ടികളുള്ള വീട്ടിൽ കുട്ടികളില്ല, അവർ പുറത്തൊക്കെ പഠിക്കാൻ പോയത്, എന്നാൽ അവർക്കും നമ്മളെ വീട്ടിലെ മാങ്ങയൊക്കെ പഴുത്ത് നാശമായി പോകുന്ന അവർ വരുന്നവരേക്കും എടുത്തു വെക്കാൻ പറ്റുകയില്ല. പിന്നെ വിദേശത്തൊക്കെ ഉള്ളവർക്കും മാങ്ങക്കാലം കഴിഞ്ഞിട്ടായിരിക്കും അവർ വരിക, ഇത് അവർക്ക് എടുത്തു വെക്കണം എന്നാൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് എടുത്തു വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ടേസ്റ്റിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഗൾഫിലേക്ക് കൊടുത്തയക്കാനാണെങ്കിൽ ടൈറ്റാക്കിയിട്ട് ഗ്രേവി ഇങ്ങനെ ടൈറ്റാക്കിയിട്ട് നമുക്ക് അങ്ങനെ ബോക്സിലൊക്കെ ആക്കിയിട്ട് കൊടുത്തയക്കാം. ഇനിയല്ല അവർ വരുമ്പോൾ കഴിക്കാനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് പുറത്ത് അവർ കഴിക്കുന്നതിൻ്റെ രാവിലെ എടുത്തിട്ട് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്കും തണുപ്പെല്ലാം വിട്ട് മെൽറ്റായി നല്ല അടിപൊളിയായിട്ട് കിട്ടും. എത്ര വേണം, 1 വർഷം വരെ നമുക്ക് എടുത്ത് വെക്കാൻ വേണ്ടി പറ്റുമേ.
മാങ്ങ ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അടിപൊളിയല്ലേ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ഗ്രേവിയിലാട്ടോ എടുക്കുക. ഇത് കാണുമ്പോൾ ശരിക്കും എഡിറ്റ് ചെയ്യുമ്പോൾ അല്ലേ വോയിസ് കൊടുക്കുമ്പോൾ എനിക്കിപ്പോൾ വായിൽ വെള്ളം വരുന്നത് കേട്ടോ പറയുമ്പോൾ. ഒരു 2-3 കഷ്ണം മീൻ ഞാനൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മളെ മാങ്ങ ഇതാ ഈ ഒരു രീതിയിലാണ് ഞാൻ എടുത്തത്. ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പും മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. മധുരം ഇനിയും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ തന്നെ ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മളെ പാകത്ത് അറിയാലോ, ആ സമയത്ത് ആ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ മതി. ഇനി അതൊന്ന് വറവിട്ടെടുക്കണം. കടുകും കറിവേപ്പിലയും ഉണക്കമുളകുണ്ട്, അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഉണക്കമുളകൊന്നും ചേർത്ത് കൊടുത്തില്ല, കടുകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു, അത്രയേ ഉള്ളൂ. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി നമ്മളെ മീൻകറി ഉലുവ ചേർത്തിട്ടാണ് ഞാൻ വറവിട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഓരോ സ്ഥലത്തും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഓരോ ഏരിയയിലും ഉള്ളിയിൽ വറവിടുന്നവരുണ്ട്, കടുകിൽ വറവിടുന്നവരുണ്ട്, ഉലുവയിൽ വറവിടുന്നവരുണ്ട്. നമ്മളിവിടെ അധികവും ഉലുവയിൽ, കുറഞ്ഞ ഉലുവ, ഒരു 2 പിഞ്ചൊക്കെ ഇടുകയുള്ളൂ. ഉലുവയിൽ വറവിടുന്നതാണ് നമുക്ക് ഇഷ്ടം കേട്ടോ. വല്ലപ്പോഴും ചെറിയ ഉള്ളിയിൽ വറവിടില്ല. കടുക് ഇല്ല കേട്ടോ. ഇവിടെ ചില സ്ഥലത്തൊക്കെ കടുക് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മളെ മീൻകറിയും സെറ്റായി, മാങ്ങക്കറിയും സെറ്റായി, നമ്മളെ ചീരപ്പേരിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ, റെഡിയാകുന്നുണ്ട്. പിന്നെന്താ ഇനിയിപ്പോൾ മീനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുക്കിങ്ങൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ മാങ്ങേൻ്റെ ആ ഒരു സെറ്റപ്പ് കണ്ട. ഇനി കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും ഒന്നുകൂടെ ഇതിങ്ങനെ തിക്കായി ഇങ്ങനെ ആ മാങ്ങയിലൊക്കെ നന്നായിട്ട് പിടിച്ചു വരും കേട്ടോ. നിങ്ങൾ ഉച്ചക്കത്തേക്കാണെങ്കിൽ രാവിലെ ഉണ്ടാക്കി വെച്ചോ, അങ്ങനെ കേട്ടോ. കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കുമ്പോഴാണ് തണുത്ത് അതിലിങ്ങനെ പിടിച്ച് വരുമ്പോണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ വീണ്ടും ഉണ്ടാക്കിക്ക്, ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്ക് കേട്ടോ. മസ്റ്റ് ട്രൈ ആണേ. ഇനിയിപ്പോൾ എനിക്ക് ഇതാ ഒരു ക്ലീനിങ് ഉണ്ട് കേട്ടോ. നമ്മൾ റമദാൻ കഴിഞ്ഞതിന് ശേഷം, റമദാനിൻ്റെ മുമ്പേ നമ്മൾ ക്ലീൻ ചെയ്തില്ലേ, അതായിരുന്നു. പിന്നെ നമ്മൾ റമദാനിന് ഹെവി കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കിച്ചണിൽ ചെയ്തതല്ലേ. അപ്പോൾ കിച്ചൺ ഒന്ന് ആ ഒരു എണ്ണമയും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലായിടെയും ഉണ്ടാവും. ജസ്റ്റ് സാധാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ട് കുറേ ദിവസമായിട്ട് എനിക്കിങ്ങനെ പോക്കും കാര്യങ്ങളും വീഡിയോ എടുക്കലും എല്ലായിട്ടൊരു സമയം, ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് വേറെയുള്ള പണികളൊക്കെ ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വലിയ പണികളൊന്നും പിന്നെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഇതും കൂടെ അങ്ങ് കഴിഞ്ഞിട്ട് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് എല്ലാം മൊത്തത്തിലൊന്ന് തട്ടിയെടുക്കട്ടെ. തട്ടാനങ്ങനെ ഒരുപാടൊന്നുമില്ല, എന്നാലും നമ്മളെ കയ്യെത്താത്ത, നമ്മൾ ഡെയിലി അടിച്ചു വരുമ്പോൾ കയ്യെത്താത്ത കോർണർ അങ്ങനത്തതൊക്കെ ഒന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. നമ്മളില്ലേ ഈ കിച്ചൺ ഇപ്പോൾ റമദാനിന് ഇപ്പോൾ 2 മാസം കഴിഞ്ഞു അല്ലേ. ഞാൻ കുറച്ച് നേരത്തെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു റമദാൻ്റെ ക്ലീനിങ്. ആ ഒരു സമയത്ത് നമ്മൾ ഹെവി ആയിട്ട് എല്ലാം വലിച്ചു വാരി ഇട്ടിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ ഇടയ്ക്കൊന്ന് മോശമായി നമ്മളെ മൈൻഡിൽ തോന്നുമ്പോൾ നമ്മളൊന്ന് തട്ടൽ പിന്നെ നമ്മൾ എപ്പോഴും തട്ടും. അതുപോലെ തന്നെ കബോർഡിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച് നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ പാത്രങ്ങൾ, ഇപ്പം എൻ്റെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ പാത്രങ്ങൾ, കബോർഡിൻ്റെ ഉള്ളിലത്തെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോക്കാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും എപ്പോഴും ഉപയോഗിക്കുന്ന ഐറ്റംസാണ്. ഉണങ്ങിയതിന് ശേഷം കബോർഡിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവെക്കും, അങ്ങനെയാണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ പാത്രം കഴുകി ക്ലീൻ ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഡബ്ബ കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് വെക്കുന്ന കടല, പരിപ്പ് അങ്ങനത്തെ ഇട്ട് വെക്കുന്ന സംഭവങ്ങളുണ്ട്, അതൊക്കെ അത് കഴിയുമ്പോൾ തന്നെ കഴുകുകയും ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ കബോർഡിൻ്റെ ഉള്ളിൽ നമ്മൾ പാത്രങ്ങളൊക്കെ എടുത്തു വെക്കുന്നു. പക്ഷെ ഇടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യുക, അതൊന്ന് എടുത്തിട്ട് ഇതൊക്കെ നിങ്ങൾക്കറിയാം, ഈ പാത്രം കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഇതെല്ലാം ഞാൻ എപ്പോഴും ഡെയിലി എന്ന് പറയുന്ന പോലെ യൂസ് ചെയ്യുന്ന ഐറ്റംസാണ്. പക്ഷേ അതെല്ലാം എടുത്തിട്ട് ഒന്ന് ചെറിയ ഇങ്ങനെ തരിതരി ഇങ്ങനെ ഒരു പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. മാത്രമല്ല ഇപ്പം ഇതിൻ്റെ ഉള്ളിലൊന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ അല്ലാത്തതിൻ്റെ കബോർഡിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ നമ്മൾ ഒന്നും എടുക്കാതെ, ചിലരിതിങ്ങനെ പാത്രങ്ങളൊന്നും എടുക്കാതെ വെക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ എല്ലാം ഒന്ന് താഴത്തേക്ക് എടുത്ത് വെക്കുക. അല്ലെങ്കിൽ ഓരോ റാക്ക് കേട്ടോ, ഒരു റാക്ക് നിങ്ങൾ ഒരു ദിവസം എടുത്താൽ മതി. ഞാൻ അങ്ങനെയാണ്. ഇപ്പം ഞാൻ എല്ലാ റാക്കും ചെയ്യുന്നില്ല. ഞാൻ ബാക്കിയാക്കി വെച്ചത് ഇത് കണ്ട് ഈ സ്റ്റൗവിൻ്റെ ഇപ്പുറത്തേക്കുള്ള റാക്കുകളെ എനിക്കിനി ചെയ്യാനുള്ളൂ. അതായത് ഇപ്പം ഞാൻ എടുക്കുന്നതും അതിൻ്റെ തൊട്ടപ്പുറത്ത് മസാല ബോട്ടിലുകളും അതുപോലെ തന്നെ താഴെ വരുന്ന 1-2 റാക്കും കൂടെ 3 റാക്കും കൂടെ ബാക്കിയുള്ളൂ കേട്ടോ. കാര്യം ഞാൻ ഓരോ ദിവസവും ഇതിങ്ങനെ മൈൻഡിൽ ഉണ്ടായതുകൊണ്ട് ഓരോ ദിവസവും എനിക്ക്
ഒഴിവ് കിട്ടുന്ന ഒരു സമയത്ത് ഞാൻ ഓരോ റാക്കായിട്ട് സാധനങ്ങൾ താഴേക്ക് എടുത്ത് വെച്ചു, അതൊന്ന് തട്ടി തിരിച്ചെടുത്ത് വെച്ചു കേട്ടോ. അങ്ങനെ ചെയ്തു. സമയം കിട്ടുന്നത് പോലെ ഒരു ദിവസം ഒന്ന്, ചിലപ്പം പിറ്റേ ദിവസം എനിക്ക് പറ്റില്ല, അതിൻ്റെ പിറ്റേ ദിവസം പറ്റുകയാണെങ്കിൽ അപ്പോൾ ഒന്ന് ചെയ്യും. അങ്ങനെ വൈകുന്നേരമോ രാവിലെ എപ്പോഴാന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കബോർഡ് ഈ ഒരു 4 റാക്കും കൂടെ കഴിഞ്ഞാൽ എൻ്റെത് ഫില്ലാവും. അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്യണം കേട്ടോ. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കലില്ലേ പല്ലി, കൂറ അങ്ങനത്തെയൊക്കെ ഓടിക്കാൻ എന്താ ചെയ്യാമെന്നും, ഒരു കെമിക്കലോ ഒന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു 2 മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ ഇതൊന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച് ഒന്ന് തിരിച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന്, അങ്ങനെ വല്ലാണ്ട് തട്ടാനൊന്നും ഇല്ല കേട്ടോ, ഒന്ന് തട്ടിയിട്ട് തിരിച്ചെടുത്ത് വെക്കുകയാണെങ്കിലില്ലേ ഒരു കൂറയും നിങ്ങളെ വീട്ടിലുണ്ടാവില്ല. നിങ്ങളങ്ങനെ ചെയ്തു നോക്ക്. ഇനി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൂറച്ചോക്കില്ലേ അതൊന്ന് വരയിട്ട് കൊടുക്കുക. ആ ഒരു വുഡിൻ്റെ ആ ഒരു മേലെ ഭാഗത്ത് ഇങ്ങനെ റാക്കിലേക്കൊന്നും വീഴാത്ത രീതിയിൽ ഇങ്ങനെ സൈഡിൽ എവിടെയെങ്കിലും ഇങ്ങനെ വരയിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ചെയ്യുന്നില്ല, കാര്യം എല്ലാ പാത്രങ്ങളും ഞാൻ എപ്പോഴും എടുക്കുന്നതാണ്. പിന്നെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ പൊടി അതിൻ്റെ ഉള്ളിൽ തട്ടുന്ന സമയത്ത് ഇങ്ങനെ താഴത്തേക്ക് വീഴൂല, അതിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ നിൽക്കും. ഒരു മൈക്രോ ഫൈബർ പോലത്തെ ഒരു സംഭവമാണ്, നല്ലതാട്ടോ. ഇത് ഞാൻ ക്യാമ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചോട്ടോ, അടിപൊളി സാധനം തന്നെയാണ്. ഇങ്ങനെ ഈ ഷെൽഫ് റാക്കുകളൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പൊടിയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പോരും സൈഡിലൊക്കെ ഉള്ള, നമ്മൾ ഈ ചൂല് കൊണ്ടൊക്കെ തട്ടുന്നതിനേക്കാളും നന്നായിട്ട് ക്ലീൻ ആവും. അപ്പോൾ ഞാൻ എല്ലാം കൂടെ വലിച്ചിട്ട് എല്ലാം കൂടെ തിരിച്ചെടുത്തിട്ട് അങ്ങനെയല്ല കേട്ടോ ചെയ്യുക. അങ്ങനെ കാണുമ്പോൾ എനിക്കെന്തോ കുറേ പണിയുള്ള പോലെ തോന്നും. ഇത് ആ ഒരു റാക്ക് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു റാക്കിൽ നിന്ന് തിരിച്ചെടുത്ത ഐറ്റംസൊക്കെ ഒന്ന് തിരിച്ചെടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇനിയിപ്പം ഇവിടെ വെച്ചിട്ട് എനിക്ക് നിർത്തി, എനിക്ക് വേറെ എന്തെങ്കിലും കാര്യമുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും വന്നു നമ്മുടെ വീട്ടിൽ അങ്ങനെ വേണ്ടി വന്നാൽ എനിക്ക് ഒരുപാട് ഐറ്റംസ് ഞാൻ വലിച്ചിട്ടിട്ടില്ല, ഇവിടെ വെച്ചിട്ട് എനിക്ക് നിർത്തുകയും ചെയ്യാം. കാര്യം പൊതുവേ എനിക്ക് എല്ലാം വലിച്ചിട്ടിട്ട് എല്ലാം നന്നാക്കണം, വൈകുന്നേരം വരെ പണിയെടുക്കുന്നത് അതിനോട് എനിക്ക് താല്പര്യമേ ഇല്ല, എനിക്ക് പറ്റുകയില്ല അതുകൊണ്ട് അങ്ങനെ ഞാൻ നിൽക്കില്ല. കുറച്ചായിട്ട് പലപ്പോഴായിട്ട് ഇങ്ങനെ ക്ലീൻ ആക്കുക കേട്ടോ ചെയ്യുമ്പോൾ. അകവും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ റമദാൻ കഴിഞ്ഞതിൻ്റെ ശേഷം എവിടെയും ക്ലീൻ ആക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ ഈദിൻ്റെ സമയത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ ഓടിച്ചൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു അകവും എല്ലാ ഭാഗത്തും. പക്ഷെ ഇങ്ങനത്തെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ റാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെച്ച്, അപ്പുറത്തെ ഭാഗത്തൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഞാൻ വീഡിയോക്ക് ഉപയോഗിക്കുന്നതാണെങ്കിലും അല്ലാത്തതാണെങ്കിലൊക്കെ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് റാക്കിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊക്കെ പുറത്തെടുത്ത് വെച്ച് ജസ്റ്റ് ഇതുപോലെ ചെയ്തിട്ട് തിരിച്ചങ്ങോട്ടേക്ക് എടുത്ത് വെച്ച്. അപ്പോൾ ആ ഒരു ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് കൂറ, പാറ്റ അങ്ങനത്തെ ശല്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ചെയ്ത് നോക്കൂ. ഞാൻ എപ്പോഴും തന്നെയാണ് ചെയ്യുന്നത്. ഒരു കൂറനെപ്പോലും എനിക്ക് കിട്ടില്ല കേട്ടോ. പിന്നെ കൂറച്ചോക്കിൻ്റെ കാര്യം അതും മറക്കണ്ട, വേണമെങ്കിൽ അതൊന്ന് ട്രൈ ആക്കി നോക്ക്. അപ്പോൾ ഇതാ ഈ ഒരു റാക്ക് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത റാക്ക് നോക്കാം. ഇതിൽ ഞാൻ വെക്കുന്ന മസാല ബോക്സും അങ്ങനത്തെ മസാല ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് കൂറ അതല്ല, അത് നമുക്ക് കാണാമല്ലോ ഈ ഒരു റാക്കിൽ. അത് അങ്ങനെയല്ല. പക്ഷെ മസാല ബോക്സിൻ്റെ മുകളിലൊക്കെ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന, പ്രത്യേകിച്ച് റമദാനിന്, ഇനി അല്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ പല കൈകൊണ്ട് എടുത്തിട്ടോ വെള്ളത്തിൻ്റെയോ അല്ലെങ്കിൽ എണ്ണേൻ്റെയോ ഒക്കെ പാടുകളോ അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ മസാല കഴിയുന്ന സമയത്ത് അതൊന്ന് കഴുകിയിട്ട് എടുത്ത് വെക്കുക, അത് നല്ല. പക്ഷേ ഇടയ്ക്കൊന്ന് ഞാനിപ്പോൾ ചെയ്യുന്നത് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് തുടച്ചിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം അത്രയും മോശമായിട്ടില്ല. കാരണം നമ്മൾ ഓരോന്ന് കഴിയുമ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ അത് കഴുകിയിട്ട് തുടങ്ങിയിട്ട് അതിൽ ഫില്ല് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ ഇതാ ഇങ്ങനെ ഞാൻ ഒരു ക്ലോത്തിൽ കുറച്ച് ചൂടുവെള്ളം ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് ഒരു ക്ലോത്ത് അതിൽ മുക്കിയിട്ട് ഇങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ തുടച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും എണ്ണമഴുക്ക് കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ മസാല ബോട്ടിലൊക്കെ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ ഇടക്കൊന്നില്ലേ, നമ്മളൊരു 2 ആഴ്ച കൂടുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളെ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തിളങ്ങും. നമുക്ക് എപ്പോഴും ഇങ്ങനെ കഴുകിയെടുക്കേണ്ട കാര്യവും ഉണ്ടാവില്ല. പിന്നെ മസാല തീരുമ്പോൾ കഴുകുക, അത് നിങ്ങൾ ചെയ്തോ കേട്ടോ. എന്നാൽ ഒരു ഡീപ്പ് ക്ലീനിങ്ങിലേക്ക് നമ്മുടെ കിച്ചൺ പോവില്ല. എപ്പോഴും നമ്മൾ ആ ഒരു ഇതിലുണ്ടാവും, നമ്മളെ കയ്യിൽ ഒതുങ്ങും നമ്മളെ കിച്ചൺ. അല്ലാണ്ട് മോശമായിട്ട് നമ്മൾ ഇനി ക്ലീൻ ചെയ്യണമല്ലോ, കിച്ചൺ മോശമായി, അത് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കിടക്കും. കിച്ചൺ മോശമായിട്ടുണ്ടല്ലോ, ഒന്ന് എല്ലാം കൂടെ ഒന്ന് വലിച്ചിട്ട് നന്നാക്കണമല്ലോ എന്ന്. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. എപ്പോഴും കിച്ചൺ എന്നല്ല എല്ലാ ഭാഗവും അങ്ങനെ തന്നെയാണ്. പക്ഷേ കിച്ചണാണല്ലോ നമുക്കൊരു ഹെവി വർക്ക് വരുന്നത്. അത് എപ്പോഴും നല്ല നീറ്റായിട്ട് നല്ല ക്ലീനായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാനിനി എല്ലാം ഒന്ന് തുടക്കട്ടെ കേട്ടോ. ഇനി ഇത് ഡ്രൈ ആയതിന് ശേഷം ഇത് ഒന്ന് ഉണങ്ങിയതിന് ശേഷം തിരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ എടുത്തു വെക്കും.
അപ്പോൾ നമ്മളെ ബോട്ടിലെല്ലാം ഒന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം ഞാൻ തിരിച്ച് നമ്മളെടുത്ത സ്ഥലത്തേക്ക് തന്നെ എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബോട്ടിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത് ഇവിടെ എന്നൊരു നമ്മളെ മൈൻഡിലൊരു സ്ഥാനം ഉണ്ടാവണം കേട്ടോ. അവിടെ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കുക്കിങ്ങിൻ്റെ ഇടയിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഈസി. ഇതിങ്ങനെ തിരഞ്ഞു നടക്കേണ്ട കാര്യമില്ല. എനിക്കങ്ങനെ ഒരുപാട് മസാല ബോട്ടിലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ ആ റൗണ്ടായിട്ടുള്ള നമ്മളൊരു മസാല ബോക്സ് ഇല്ലേ, അത് ഉണ്ട്. പിന്നെ അതുള്ളപ്പോൾ തന്നെ അങ്ങനത്തെ 2 ഉണ്ടെങ്കിൽ നമ്മളെല്ലാം അതിലൊതുങ്ങും കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒന്നും കുറച്ച് ബോട്ടിലുമാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബോട്ടിൽ കഴുകി എടുക്കേണ്ട ഒരു പണി എനിക്ക് വരലില്ല. അതിൽ തന്നെ എല്ലാം ഒതുങ്ങും. പിന്നെ നമ്മൾ കടല അങ്ങനത്തതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യല്ലേ ചെയ്യുക. അത് ഇങ്ങനെ കണ്ടെയ്നറിലാക്കിയിട്ട് വേറെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും എടുക്കുന്ന കുക്കർ കാര്യങ്ങളൊക്കെ, സാൻഡ്വിച്ച് മേക്കർ, മിക്സി ഒക്കെ എപ്പോഴും എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അലങ്കോലാക്കിയിടും. ഒന്നിങ്ങനെ പെട്ടെന്ന് ധൃതിയിൽ നമ്മൾ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ടൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ മോശമൊന്നുമില്ല, ഒന്നും വൃത്തിയോടൊന്നുമില്ല. പക്ഷേ മര്യാദയ്ക്ക് വെക്കാത്തതുകൊണ്ട് ചില സമയത്ത് ഒരു തിരക്കിട്ടിട്ട് നമ്മൾ ചെയ്യുമല്ലോ, അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് അങ്ങനെ തന്നെ എല്ലാത്തിനും ഉള്ളൂ കേട്ടോ. നമ്മൾ തന്നെ എല്ലാം ശ്രദ്ധിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ ഇരുന്നോളും. ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ ഭയങ്കര ഡീപ്പ് ക്ലീനിങ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഒന്ന് പോകാനേ ഉണ്ടാവുള്ളൂ കേട്ടോ. എല്ലായിടത്തും വലിയ പണിയൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഈ ചെയ്യുന്നത് നമുക്കത് ഭയങ്കര ഉപകാരമാവുകയും ചെയ്യും. ഒരുപാട് ഇങ്ങനെ സ്മെല്ല് കാര്യങ്ങൾ അല്ലെങ്കിൽ കൂറ കാര്യങ്ങളൊന്നും കിടക്കാതെ ഇനിയും വരാതെ നമുക്ക് ഇത് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ ഒരു രീതിയിലേക്ക് നമ്മളെ കിച്ചണാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് പറ്റും. പിന്നെ എപ്പോഴും ഞാൻ പറയുന്നത് തന്നെയാണ്, നമ്മൾ പാത്രമൊക്കെ കഴുകിയിട്ട് കബോർഡിലേക്ക് എടുത്തു വെക്കുന്ന സമയത്ത് ഒരു ഡിഷ് റാക്കിൽ വെച്ചിട്ട് നന്നായിട്ട് പാത്രങ്ങൾ ഡ്രൈ ആയതിനു ശേഷം മാത്രം കബോർഡിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതൊക്കെ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആവും. അപ്പോൾ ഒരുപാട് കാലം നമുക്ക് നല്ല നീറ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമ്മളെ കബോർഡും കാര്യങ്ങളൊക്കെ ഇതെല്ലാം മോശമായി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് ഉണ്ടാക്കുക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. പിന്നെ ഈ ഒരു റാക്കാട്ടോ. ഇനി അടുത്തുള്ള ഇതൊന്നും ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കേണ്ട കാര്യമുള്ളൂ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം തെറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാനേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഒന്നും ക്ലീൻ ആയത് നിങ്ങൾക്ക് തന്നെ കാണാം. ഒന്നും ക്ലീൻ ആക്കാനൊന്നുമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ താഴത്തെ ഡ്രോയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. പത്രങ്ങളൊക്കെ എടുത്ത് ഒന്ന് തിരിച്ചങ്ങോട്ടൊക്കെ തന്നെ എടുത്തു വെച്ചു. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഇത് ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ച് വെള്ളത്തിൽ ഞാൻ ഡിഷ് വാഷ് ലിക്വിഡില്ലേ അതും അതുപോലെ തന്നെ നമ്മളെ കംഫർട്ടില്ലേ അതും ഒരു 2-3 ഡ്രോപ്പും കൂടെ ആക്കി കൊടുത്തു. അപ്പോൾ നല്ലൊരു ഫ്രഷ് സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ സ്മെല്ല്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു മൈൽഡ് ഷാമ്പൂ ഇല്ലേ അതെടുത്താലും മതി. ഒരു കുറച്ച് നേരിയ രീതിയിൽ ഒരു ഡ്രോപ്പൊക്കെ ഒന്ന് ഉറ്റിച്ച് കൊടുത്തിട്ട് അതിലിട്ടിട്ട് ക്ലോത്ത് കൊണ്ട് ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ നല്ല സ്മെല്ലും നമ്മളെ കിച്ചണിൽ കിട്ടും. ആ ഒരു എണ്ണേൻ്റെയും മെഴുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പിടിച്ച പാട് അങ്ങനത്തതൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ അതിലൊന്ന് മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് പിന്നെ നല്ല ക്ലോത്തിലും ഒന്ന് മുക്കിയിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ട് തുടച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സമയത്ത് അയ്യോ ഒന്നുമില്ലല്ലോ, എന്താ പറയുക, മോശമായിട്ടൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ കിച്ചൺ ക്ലീൻ ചെയ്യുന്നത്, വെറുതെ ക്ലീൻ ചെയ്യാൻ അങ്ങനെ തോന്നണ്ട കേട്ടോ. ഒരുപാടുണ്ട് നമുക്കിങ്ങനെ കാണാം. ഇപ്പോൾ വൈറ്റ് കിച്ചൺ ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ വൈറ്റ് കിച്ചൺ നമുക്ക് ക്ലീൻ ചെയ്യാൻ നല്ല പാടാണ്. പക്ഷേ വൃത്തികേടായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കള്ളത്തരം ഇവിടെ നടക്കൂല കേട്ടോ. കാര്യം എന്തെങ്കിലും പൊടി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ പിടിച്ച പാടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് കാണും. അതിൻ്റെ അങ്ങനെ വിസിബിളായിട്ടുണ്ടാവും നല്ലോണം. അപ്പോൾ നമുക്ക് ക്ലീൻ ആക്കാണ്ട് ഒരു രക്ഷ ഉണ്ടാവില്ല. പിന്നെ ഇവിടെ കഴിഞ്ഞ ഞാൻ റമദാൻ്റെ വീഡിയോയിൽ ക്ലീൻ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒന്നുമില്ലല്ലോ ജംഷി, പിന്നെ എന്തിനാ വീഡിയോക്ക് വേണ്ടി ക്ലീൻ ചെയ്തതാണോ എന്ന്. അല്ല കേട്ടോ, ഇവിടെയൊക്കെ അല്ലേ ശരിക്ക് നമുക്ക് ടൈലിൽ ശരിക്കും അറിയാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പിടിക്കൂല, കുട്ടികളാണെങ്കിലും ഇപ്പോൾ വാവയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ പോകും. അപ്പോൾ ആ പിടിച്ച പാട് കയ്യിൻ്റെ വിരലിൻ്റെ പാടുകളൊക്കെ നന്നായിട്ട് ഈ ഒരു എൻ്റെ ഈ അരഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് മേലേക്ക് വരുന്ന തലഭാഗം വരെ വരുന്ന ഭാഗത്താണ് കേട്ടോ കൂടുതലുള്ളത്. അപ്പോൾ അതൊക്കെ ശരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ വീഡിയോയിൽ ശരിക്കും അത് കാണുന്നില്ല, അത് മാത്രം. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതുപോലെ തന്നെ ഈ ഒരു ക്ലോത്തിൽ മുക്കിയിട്ടൊന്ന് തുടച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് നീറ്റായിട്ട് കിട്ടും. ടൈലായതുകൊണ്ട് ഇത് പിന്നെ ഒരു ഗ്ലോസി ടൈലല്ല, അതുകൊണ്ട് ഒന്നിങ്ങനെ വൈപ്പ് ചെയ്ത് പോകാനേ ഉള്ളൂ. ഇനി അടുത്തൊരു പണി എന്ന് പറയുന്നത് എൻ്റെ കൗണ്ടർ ടോപ്പിലുള്ള ഐറ്റംസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനാട്ടോ. കൗണ്ടർ ടോപ്പിലുള്ള ഐറ്റംസ് വെക്കുന്നത് എനിക്ക് കിച്ചൺ കാണാൻ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്, എന്തെങ്കിലുമൊക്കെ വെക്കുന്നത്. പക്ഷേ അത് നീറ്റായിട്ട് കൊണ്ട് നടക്കുക വേണം കേട്ടോ. കാരണം ചെറിയ ചെറിയ പൊടി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ വരും. പൊടി പിന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ എണ്ണയും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് വെക്കുന്നതിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഒന്ന് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ടൊന്ന് തുടച്ചെടുക്കുക ചെയ്യുന്നത്.
അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നേരത്തെ പണി ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ. കാര്യം ഇങ്ങനത്തെ പണി ഉള്ളത് കൊണ്ട് ഇതിപ്പം പിന്നെ പിന്നെ മാറ്റി വെച്ചാൽ പിന്നെ ചെയ്യാണ്ട് കുറേ അങ്ങ് നീണ്ടു പോകും, ഡീപ്പ് ക്ലീനിങ്ങിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഇന്നങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാനൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞില്ല ഇതായതുകൊണ്ട്, പക്ഷേ വലിയൊരു പണി കഴിഞ്ഞു എന്നുള്ളൊരു ആശ്വാസമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇനി ബാക്കിയുള്ളത് ഫ്രിഡ്ജ് ജസ്റ്റ് ഒന്ന് ഭയങ്കര ഡീപ്പ് ക്ലീൻ ഒന്നുമില്ല, എന്നാലും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ സ്റ്റൗ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടി ഇന്ന് ചെയ്താൽ ഇപ്പോൾ റഫീക്ക ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരും കേട്ടോ. ഇപ്പോൾ 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എന്തായാലും വരും. അപ്പോഴത്തേക്ക് എൻ്റെ എല്ലാ പണികളും കഴിയണം, കുളിയും കഴിയാനുണ്ട്, ഫുഡ് കഴിക്കാൻ വരൂലേ. അപ്പം സ്റ്റൗ നന്നായിട്ട് ഇങ്ങനെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യാനുണ്ട്. സ്റ്റൗവിൻ്റെ മുകളിൽ ആ ഒരു എന്താ പറയുക സ്മെല്ലൊക്കെ വലിച്ചെടുക്കുന്ന സംഭവമല്ലേ, അതൊക്കെ ഒന്ന് ഊരിയിട്ട് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണേൻ്റെ ഒക്കെ ആ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അത് സമാധാനത്തിൽ നിന്ന് ചെയ്യണം. അപ്പോൾ അത് രണ്ടും ഞാൻ തൊട്ടിട്ടില്ല, ഇനി അതും കൂടെ ഉണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ബാക്കിയുള്ള അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഇത് അങ്ങ് കഴിഞ്ഞു വിട്ടിട്ട് പൊടിയും കാര്യങ്ങളും അതൊക്കെ അങ്ങോട്ട് പോയല്ലോ. ഇനി ഫ്രിഡ്ജ് ഒരു ദിവസം മറ്റേത് ഒരു ദിവസമായിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി എടുത്തു. അത്യാവശ്യം നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തട്ടലൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി ഒന്ന് ഫ്ലോർ ഒന്ന് തുടച്ചും കൂടെ എടുക്കട്ടെ. അപ്പോൾ നമ്മളെ കിച്ചൺ ക്ലീനിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ദിവസം അതുപോലെ തന്നെ സമയം കിട്ടും പോലെ വർക്ക് ഏരിയ ഒന്ന് ക്ലീൻ ആക്കണം. പിന്നെ അകം പിന്നെ വലിയ പ്രശ്നമില്ല, ഞാൻ ഇതിന് ഒന്നും കൂടെ ഒന്ന് നീറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയ അടുക്കള പോലെ മോശമാവില്ലല്ലോ നമ്മളെ അകം. അങ്ങനെ ക്ലീനിങ് കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ക്ലീനിങ് എന്താ പറയുക, പിന്നെയും ഫുഡ് ഉണ്ടാക്കും. ഇതെന്തായാലും നമ്മൾ ടയേർഡാവും ക്ലീനിങ് എല്ലാം കഴിയുമ്പോൾ. അപ്പോൾ പിന്നെ ഫുഡ് ഉണ്ടാക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പിന്നെന്ന് പറഞ്ഞാൽ ഫുഡ് ആദ്യം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ കുളിച്ച് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്താൽ മതി. അപ്പോൾ ഇതാ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ റഫീക്കയും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടെ. നല്ല മീൻകറിയും മാങ്ങ ഇട്ട് വെച്ച മീൻകറിയും മാങ്ങ വരട്ടിയതും നമ്മളെ പൊന്നാങ്കണ്ണി ചീര ഉപ്പേരിയും എല്ലാം കൂടെ കൂട്ടിയിട്ട് മീൻ പൊരിച്ചത്. ഇതിലേക്ക് മീൻ പൊരിച്ചത് ആർഭാടാണ് കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും ഇതന്നെ മതി കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.